പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും വേണുവിനെയും പൊളിച്ചടക്കുകയാണ് നവീനെ. അങ്ങനെ നവീൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും അനാമികയ്ക്ക് ഉത്തരം പറയാനാവാതെ നിൽക്കുകയാണ്. ആദ്യമൊക്കെ അവിടെ ജീവിച്ച് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നവീന് അനാമികയോട് ചോദിച്ചറിയുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങളൊന്നും എൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കാറില്ല, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ആയപ്പോഴാണ് എൻ്റെ സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ സുഹൃത്തുക്കളോടൊപ്പം പോവാൻ തുടങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, സുഹൃത്തുക്കളോടൊപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള സുഹൃത്തുക്കളാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും. അവരോടൊപ്പമാണ് ഞാൻ കൂടുതലും ചിലവഴിക്കാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഭർത്താവിനോട് ചോദിച്ചിട്ടാണോ പോയിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഭർത്താവ് എന്നോട് മിണ്ടാറില്ല, പിന്നെ എങ്ങനെ ഞാൻ ചോദിക്കും സർ എന്നാണ് അനാമിക മറുപടി പറയുന്നത്. അങ്ങനെ നവീൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഏതായാലും നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതായാലും ഈ വീഡിയോ കണ്ടിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും തൻ്റെ കാമുകനും ഇരിക്കുന്ന ആ ഒരു വീഡിയോയും അവർ തോളിൽ കൈയിട്ട് നടക്കുന്ന രംഗവും ഒക്കെ അനാമികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞത്? ഒരു സുഹൃത്തിൻ്റെ കൂടെ ഇങ്ങനെയല്ലല്ലോ ഒരു പെൺകുട്ടി നടക്കുക, സൗഹൃദത്തിനപ്പുറം ഇതിൽ വേറെന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് അനാമിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ ഏത് പെൺകുട്ടിക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, അതാണിപ്പോൾ ഇതിൽ കാണുന്നത്, ഇതിലിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, കാര്യമുണ്ടോ എന്ന് തീരുമാനിക്കാനാണ് ഞങ്ങൾ വക്കീൽ ഇവിടെ ഉള്ളത്, അതിന് കാര്യമുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയേണ്ട, ചോദ്യങ്ങൾക്ക് ഉത്തരം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നവീൻ ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങിയതാണല്ലോ നിങ്ങളെ എന്നാണല്ലോ ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതിന് മറുപടി പറയണം. ആ വീഡിയോയിൽ കാണിക്കുന്നത് ദേവയാനിക്ക് വെച്ചിരിക്കുന്ന പാലിൽ വിഷം കലർത്തുന്നതാണ്. അത് നവ്യക്ക് കൊടുക്കാനെന്ന മട്ടിൽ കലർത്തി വെക്കുകയും അത് ദേവയാനി എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് നിങ്ങൾ ചെയ്തത്? ഇതിനായിട്ട് നിങ്ങൾ വളരെ ആസൂത്രണം ചെയ്തതാണല്ലോ, അതൊക്കെ ഈ ഫൂട്ടേജിലുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സ്വന്തം അച്ഛനും അമ്മയും ഒക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായതുകൊണ്ടാണല്ലോ ഇത്തരം പ്രവർത്തികൾ നിങ്ങൾ അവിടെ ചെയ്ത് കൂട്ടുന്നത്. പിന്നെ നിങ്ങൾ അച്ഛനും അമ്മയുമായിട്ട് അന്ന് സംസാരിച്ച ഫോൺ സംഭാഷണത്തിൻ്റെ റെക്കോർഡുകളൊക്കെ ഇതിലുണ്ട്, അതൊക്കെ കേട്ട് നോക്കിയിട്ട് എന്താ പറയാനുള്ളത് എന്ന് പറയണം. അതുപോലെ തന്നെ സ്വർണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ട് തളർത്തിയിട്ട് അവരെ അച്ഛനെയും ഒക്കെ നിങ്ങൾ ജയിലിൽ വരെ കയറ്റിയില്ലേ? അന്നത്തെ ദിവസം സംഭവിച്ചത് എന്താണ് എന്നുള്ളതും ഇതിലുണ്ട്. സ്വന്തം അമ്മയ്ക്ക് സ്വർണം എടുത്തു കൊടുത്തിട്ട് അത് നിങ്ങളുടെ കടം വീട്ടാനായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അത് അവിടെയുള്ള പാവങ്ങളുടെ പേരിൽ ഇടാൻ ശ്രമിക്കുകയായിരുന്നല്ലോ. പിന്നെ അനിയുടെ പോക്കറ്റിൽ നിന്നൊക്കെ നിങ്ങൾ പണം മോഷ്ടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മറുപടി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അലറി വിളിക്കുകയാണ് അനാമിക. ആ സമയത്ത് നവീൻ കോടതിയുടെ മുമ്പാകെ പറയുന്നുണ്ട്, കോടതിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ, ഇവർ പീഡിപ്പിക്കുമെന്ന് പറയുന്നതൊക്കെ വെറും കള്ളത്തരമാണ്. കാരണം അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെയും ചെറിയ ചെറിയ CCTV ദൃശ്യങ്ങളൊക്കെ ഞാൻ പകർത്തിയെടുത്തിട്ടുണ്ട്, ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയുടെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ മുഴുവൻ അനാമിക ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മോശം വാക്കുകളും കാര്യങ്ങളാണ് ഉള്ളത്. ആ സമയത്ത് കോടതി അവരോട് ചോദിക്കുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്? നിങ്ങൾക്കെതിരെയാണല്ലോ ഇവർ കേസ് തരേണ്ടത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് നവീൻ അനിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവള് ഓരോന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. പിന്നെ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ ഓരോന്ന് പറയും. ഏട്ടത്തിയൊന്നും അവിടെ നിൽക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അവർക്കെതിരായിട്ട് ഓരോ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഏട്ടത്തി ഡിസൈനൊക്കെ വരയ്ക്കുന്ന ആളാണ്. അവർ വരച്ച ഡിസൈനും കാര്യങ്ങളും നശിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഇവളെ. വളരെ മോശം ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്, എല്ലാവരെയും പറ്റിച്ചിട്ടാണ് ഇത്രയും ഈ തോതിൽ ഇവിടെ എത്തിയത്. എന്നെ കല്യാണം കഴിച്ചത് പോലും അനന്തപുരിയിലെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് പറയുന്ന ഒരു വീഡിയോയും സാറിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെടുകയാണ്. നവീനാണെങ്കിൽ നല്ല ചുട്ട മറുപടി വേണുവിനും അനാമികയ്ക്കും കൊടുക്കുന്നുണ്ട്.